മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 8 വേഴ്സ് 7. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഗ്രീക്ക് പുരാണത്തിലൊരു കഥയുണ്ട്. ഒരിക്കൽ ദൈവങ്ങൾ തമ്മിൽ ഏറ്റവും ശക്തിയുള്ളതും എല്ലാം തികഞ്ഞതുമായ ഒരു വസ്തു നിർമ്മിക്കുന്ന കാര്യത്തെപ്പറ്റി തർക്കമുണ്ടായി. പിന്നെ അവരതിനൊരു മത്സരവും സംഘടിപ്പിച്ചു. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഏറെ ആലോചിച്ച് തങ്ങൾ നിർമ്മിക്കുവാൻ പോകുന്ന വസ്തുവിനെപ്പറ്റി ഏകദേശ ധാരണയിലെത്തി. ഒടുവിൽ നിർമ്മിച്ച വസ്തുക്കളുടെ പ്രദർശന ദിവസം വന്നു. ഓമാസ് ദേവനായിരുന്നു വിധികർത്താവ്. ആദ്യം ജൂപ്പിറ്റർ ദേവൻ നിർമ്മിച്ച മനുഷ്യനെ കാണാനായി ഓമാസ് എത്തി. കരുത്തുറ്റ കരങ്ങളും ഉറച്ച മാംസപേശികളുള്ള മനുഷ്യന്റെ ശില്പം കണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതിൽ വലിയൊരു ന്യൂനതയുണ്ട്. മനുഷ്യന്റെ ആകാരം പുറമേ മനോഹരമാണെങ്കിലും ഹൃദയവിചാരങ്ങൾ നോക്കിയാൽ കാണില്ലല്ലോ. അതിനുവേണ്ടി നെഞ്ചിനു മധ്യഭാഗത്തായി ഒരു ജാലകം നിർമ്മിക്കണമായിരുന്നു. അതുകൊണ്ട് ഈ ശില്പം നിർമ്മിച്ച ശില്പി തീർത്തും അയോഗ്യനെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓമാസ് വിധിച്ചു. ജൂപ്പിറ്റർ ദേവന് തന്റെ സൃഷ്ടിയെ ഇങ്ങനെ ഓമാസ് തരം താഴ്ത്തിയതിൽ വലിയ ദുഃഖവും നിരാശയും തോന്നി. അടുത്ത പ്രതിമ നെപ്റ്റ്യൂൺ ദേവന്റേതായിരുന്നു. മുൻകാൽ മടക്കി തല താഴ്ത്തി ചീറ്റ് മുന്നോട്ട് കുതിക്കാൻ വെമ്പൽ കൊള്ളുന്ന കാളയുടേതായിരുന്നു ആ ശില്പം. ഓമാസ് വിധി പറഞ്ഞു, ഈ കാള ഒരു ശത്രുവിനെ ആക്രമിച്ചാൽ ചോര തെറിക്കും. അത് നേരെ കണ്ണിൽ പതിക്കുകയില്ലേ? അതോടെ എത്ര ശക്തനായ കാളയാണെങ്കിലും ശത്രുവിന്റെ മുൻപിൽ മുട്ടുമടക്കേണ്ടി വരും. കാളയുടെ കൊമ്പിന്റെ നിർമ്മാണത്തിലെ കുറവുകൊണ്ട് തന്നെ ഈ ശില്പവും തഴയപ്പെട്ടിരിക്കുന്നു. ഓമാസ് ദേവന്റെ ഈ വിധിന്യായം നെപ്റ്റ്യൂണെ തളർത്തി. പിന്നീടവർ മിനർവാ ദേവിയുടെ പ്രതിമ സന്ദർശിക്കാൻ പോയി. പ്രതിക്ഷോഭങ്ങളെ അതിജീവിക്കുവാൻ പറ്റിയ വീടായിരുന്നു ദേവി നിർമ്മിച്ചു. സപ്തനിറങ്ങളും ചേർന്ന ഭവനമേറെ സുന്ദരമായിരുന്നു. എങ്കിലും ഓമാസ് അവിടെയും കുറ്റം കണ്ടെത്തി. ദേവൻ പറഞ്ഞു, ദേവി, വീടെത്ര മനോഹരമെങ്കിലും അയൽക്കാർ മോശമായിരുന്നാൽ ഇവിടെ വസിക്കുന്നവർക്ക് എന്ത് നേട്ടം? ഈ അവസ്ഥയിൽ ഏതാനും ചക്രങ്ങൾ വീടിനോട് ചേർന്ന് നിർമ്മിച്ചു ചേർത്തിരുന്നെങ്കിൽ ഇതൊരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഉരുട്ടിക്കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. നല്ല അയൽപക്കം കണ്ടെത്തുന്നതുവരെ. ഇതോടെ ശില്പികൾ രോഷാകുലരായി. അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ അകാരണമായി കുറ്റം വിധിക്കുകയാണ്. നന്മയുടെ ഒരംശം പോലും നിങ്ങൾക്കൊന്നിലും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ സദാ തിന്മ കാണുന്നവരെ സ്വർഗത്തിൽ വേണ്ട. ഇങ്ങനെ പറഞ്ഞ് അവർ ഓമാസിനെ സ്വർഗത്തിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടു. അതേ, നല്ല ചിന്തകളാണ് ജീവിതത്തെ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്നത്. നമുക്കും പോസിറ്റീവായ ചിന്തകളോടെ മറ്റുള്ള നന്മ കാണുന്നവരായി മാറാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.